അതിനിടെ പ്രതിപക്ഷമടക്കം എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചേ എലപ്പുള്ളി മദ്യനിർമ്മാണശാല പദ്ധതി നടപ്പാക്കൂവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPI അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തും. CPIക്കും JDSനും കാര്യം മനസ്സിലാക്കാത്തത് എന്ത് എന്ന് അവരോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുകയുള്ളൂ. കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി എല്ലാ പരിശോധനയും നടത്തി എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കുക. അവരോട് ചോദിച്ചാൽ മതി. അതെല്ലാം അവരോട് അതാത് ആളുകളോട് ചോദിക്കും. അതിന് ഞാൻ മറുപടി കാര്യം. സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമല്ലേ? അപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളല്ല. മനസ്സിലായോ? ആരൊന്നും ഞാൻ പറയണ്ടല്ലോ. കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന്. കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണുള്ളത്. അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മന്ത്രി നയം. അതിനെന്താ കുഴപ്പം?